നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നവീകരണ ജോലികളുടെ ഭാഗമായുള്ള റോഡ് വീതികൂട്ടലും ഡ്രൈനേജ് നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ചാലിശ്ശേരി തണത്തറ പാലം മുതൽ കൂറ്റനാട് സെന്റർ വരെയുള്ള പാതയിൽ റോഡ് വീതികൂട്ടൽ പ്രവർത്തനങ്ങളും ഡ്രെയിനേജ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഓവുചാൽ നിർമ്മാണ ജോലികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി പാലം വരെ 23 വലിയ ഓവുപാലങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പണിയുന്നത്. വെള്ളത്തിന്റെ ഒഴുക്കു സുഗമമാക്കാൻ 5 ചെറിയ ഓവുപാലങ്ങളും നിർമ്മിക്കും. ഗതാഗതം തടസ്സപ്പെടാത്ത വിധം പകുതി ഭാഗം വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യപ്പെടുത്തിയുള്ള നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള നിലവിലെ 5.5 മീറ്റർ വീതിയുള്ള റോഡ് 10 മീറ്റർ വരെ വീതി കൂട്ടിയാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. ഇതുകൂടി പൂർത്തിയാവുന്നതോടെ തൃത്താല മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രധാന റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് ഉയരും. ഇരുഭാഗങ്ങളിലേക്കും കോൺക്രീറ്റ് ചെരിവുകളും കൂടിയായാൽ വാഹനങ്ങൾക്ക് സുഗമമായ യാത്ര സാധ്യമാകും. 2026 ഫെബ്രുവരി അവസാനത്തോടെ കൂറ്റനാട് സെന്റർ വരെയുള്ള പണിയും തുടർന്ന് 1 മാസത്തിനകം മറ്റു പണികളും പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന് സ്വന്തമായ കെട്ടിടം ഒരുങ്ങുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. മലപ്പുറം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ നിലവിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സെന്ററിന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിനായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സ്ഥലം കണ്ടെത്തിയിട്ടുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട നിർമ്മാണ വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. വേഗത്തിൽ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോസിൻ എം.എൽ.എ പറഞ്ഞു. പുതിയ സെന്റർ പട്ടാമ്പി കോളേജിലെ കുട്ടികൾക്കും ഉപകാരപ്രദമാക്കുന്ന തരത്തിലാക്കാനാണ് ശ്രമമെന്നും എം.എൽ.എ സൂചിപ്പിച്ചു. എം.എൽ.എയുടെ നേതൃത്വത്തിൽ കോളേജിൽ കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ചു. കോളേജ് അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് മേഖലകളിലെ കുട്ടികൾക്ക് അവരുടെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള റീജിയണൽ സെന്റർ പ്രവർത്തിക്കുന്നത്. ഈ റീജിയണൽ സെന്ററിന്റെ കീഴിൽ 4000-ഓളം കുട്ടികളും പഠിക്കുന്നുണ്ട്. നമ്മൾ ഇതിനൊരു റീജിയണൽ സെന്ററിന് ഒരു സ്വന്തമായ കെട്ടിടവും സൗകര്യങ്ങളും ഓഫീസും സംവിധാനവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കോളേജിൽ ഇതിനുവേണ്ടി ഒരു കെട്ടിടത്തിനുള്ള സൗകര്യം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാറ്റർഡേ സൺഡേയിലാണ് ഈ കുട്ടികൾ കൂടുതലും ഇവിടെ വരിക. ബാക്കിയുള്ള സമയത്ത് പട്ടാമ്പി കോളേജിലെ കുട്ടികൾക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സാറ്റർഡേ സൺഡേയിൽ ഈ കുട്ടികൾ വരുമ്പോൾ പട്ടാമ്പി കോളേജിൻ്റെ സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ വളരെ മികച്ച രീതിയിൽ ഇതിനൊരു ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുബന്ധമായി മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നതാണ് ഉദ്ദേശം. 5 കോടിയാണ് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ഇത് ആരംഭിക്കുകയാണ്. PWD ബിൽഡിംഗ് വിഭാഗമാണ് അതിന്റെ നിർമ്മാണ ചുമതല. തൃത്താല, ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ പാലക്കാട് ജില്ലയിൽ 25 SHOമാരെ സ്ഥലം മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25 SHOമാരെ സ്ഥലം മാറ്റിയത്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ആയി PK മണിയെ നിയമിച്ചു. പട്ടാമ്പിയിൽ KJ ജിനേഷ്, തൃത്താലയിൽ K സലീം, ചാലിശ്ശേരിയിൽ MN ബിജോയ് തുടങ്ങിയവരാണ് നിയമനം പുതിയതായി ലഭിച്ചവർ. പട്ടാമ്പി നഗരസഭയിൽ ശുചിത്വ പഠനോത്സവവും ഹരിതസേന സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോ സയൻസ് 2025 പദ്ധതിയുടെ പട്ടാമ്പി നഗരസഭാതല വിതരണോദ്ഘാടനമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ മനോഭാവം വളർത്തുന്നതിനും ശുചിത്വബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭാ ചെയർമാൻ TP ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ ഈ കൃത്യമായ ഒരു ഇടപെടൽ, അതിന്റെ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒരുപാട് അംഗീകാരങ്ങൾ ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്തരം പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ യോഗത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു
സാമ്പത്തിക സഹായവും അവർക്കൊരു അംഗീകാരവും കൂടി നൽകുക എന്നുള്ളതാണ് നഗരസഭ ഇത്തരം പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ദൂഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ചെയ്തോ അതിൽ 10 മടങ്ങുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മോഴിക്കുന്നം അധ്യക്ഷനായിരുന്നു. PHI സംഗീത് ശങ്കർദാസ്, നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങളായ ഷാഹുൽ ഹമീദ്, സഫാ നിസാർ, ഷഫീദ, കൗൺസിലർമാരായ ഉസ്മാൻ TP, C സംഗീത, മുനവിറ റാസി, സുലൈഖ നിസാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും പ്രശസ്തിപത്രവുമാണ് സ്കോളർഷിപ്പായി നൽകുന്നത്. ചാലിശ്ശേരി SSC UP സ്കൂളിൽ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡിംഗ് നടത്തി. ചൊവ്വാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷഡോക്കൻ കരാട്ടയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡിംഗ് നടത്തിയത്. ചടങ്ങിൽ സെംബായ് ജസീം, സ്കൂൾ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് റഹിയാനത്ത് PA, MPTA പ്രസിഡന്റ് VV റൈഹാനത്ത്, അധ്യാപകരായ VK മിനി ടീച്ചർ, OS പ്രബിത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. വരവൂർ പാലക്കൽ കാർത്തികവേല ആവേശോജ്വലമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കാർത്തികവേലയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. വടക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മൂർക്കക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടി ഗജവീരന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തെക്കുമുറി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. പൂർവാചാര വേലകൾ, സാംബവവേല, തേര്, കാള, കുതിര, ഹരിജൻ വേല, തിറ, മേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, കേളി, തായമ്പക. രാത്രി 12 മണിക്ക് 2 വിഭാഗങ്ങളുടെ പഞ്ചവാദ്യം. തുടർന്ന് പൂരമാവർത്തനം. പുലർച്ചെ വടക്കുമുറി വിഭാഗം 3:30 മൂർക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്ന് താലം എടുപ്പ്, തെക്കുമുറി വിഭാഗ കൊട്ടാരം നേതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ് എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞതോടെ കാർത്തികവേലയ്ക്ക് സമാപനമായി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.